നമസ്കാരം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ആയിരക്കണക്കിന് പേരെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവർ അടങ്ങിയ വലിയ നിരയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഉണ്ടായിരുന്നത്. മന്ത്രിമാർ ആയവരേക്കാൾ അവസരം നഷ്ടമായവരാണ് വാർത്തകളിൽ നിറയുന്നത്. കെ മുരളീധരൻ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ് എന്നിവർ മന്ത്രിമാർ ആകുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും കപ്പിനും ചുണ്ടിനും ഇടയിലാണ് പലർക്കും മന്ത്രി പദവി നഷ്ടമായത്. ജനീഷിനെ പോലുള്ള ചിലരെ അപ്രതീക്ഷിതമായി ഭാഗ്യം കടാക്ഷിക്കുകയും ചെയ്തു. ജാതി സമവാക്യങ്ങൾ, ജില്ലാ പ്രാതിനിധ്യം, മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ അടക്കമുള്ളവരുടെ താൽപ്പര്യം, AICC തീരുമാനം എന്നിവ ചേർന്നപ്പോഴാണ് മാത്യു കുഴൽനാടനും ചാണ്ടി ഉമ്മനും ജയന്തും ഉൾപ്പെടെയുള്ള വലിയ ഒരു നിരയ്ക്ക് അവസരം നഷ്ടമായത്. അപ്രതീക്ഷിതമായാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷിന് മന്ത്രിയായി നറുക്കുവീണത്. വി.ഡി. സതീശിന്റെ താൽപ്പര്യമാണ് റോജി M. ജോണിന് തുണയായത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശ്രദ്ധേയ റോൾ കൈകാര്യം ചെയ്ത മാത്യു കുഴൽനാടന് ലീഗ് അപ്രീതി തന്നെയാണ് വിനയായത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രശ്നത്തിൽ ലീഗ് ഇടപെടരുത് എന്ന് തുറന്നടിച്ച മാത്യു കുഴൽനാടനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ലീഗ് നടത്തിയിരുന്നത്. മാത്യുവിനെ വെട്ടിയ കാര്യത്തിൽ ലീഗ് അപ്രീതിക്ക് വലിയ പങ്കുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടും മികച്ച ഭൂരിപക്ഷത്തോടെ പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചു വന്നിട്ടും ചാണ്ടി ഉമ്മനെ പരിഗണിക്കാത്തതിൽ കോൺഗ്രസിൽ പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇടത് കോട്ടകൾ നിലം പരിശാക്കി UDF വലിയ വിജയം നേടിയിട്ടും കോഴിക്കോട് നിന്നും ജയന്ത് പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ VK ശ്രീകണ്ഠൻ MP-യുടെ ഭാര്യയായ KA തുളസി പാലക്കാട് നിന്നും പരിഗണിക്കപ്പെട്ടു. തുളസി എത്തിയതോടെ ചിറയൻകീഴിൽ നിന്നും ജയിച്ചു വന്ന രമ്യ ഹരിദാസ് പിന്നോട്ട് പോയി. എറണാകുളത്തു നിന്നും VP സജീന്ദ്രന്റെ സാധ്യതയും ഇല്ലാതായി. ജില്ലയിൽ നിന്നും കൂടുതൽ പേർ മന്ത്രിമാർ ആയി എത്തിയതോടെയാണ് സജീന്ദ്രൻ ഔട്ടായത്. എന്തായാലും ഒതുക്കപ്പെട്ടവർ അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് പോരുകൾ കോൺഗ്രസിൽ ഇനി ശക്തമാകാൻ തന്നെയാണ് സാധ്യത.